വയനാടിന് പിന്നാലെ ആലപ്പുഴയിലും മുസ്ലിം ലീഗിന്റെ പതാകയ്ക്ക് അപ്രഖ്യാപിത വിലക്കേർപ്പെടുത്തി കോൺഗ്രസ്. ഇതിനെതിരെ ആലപ്പുഴയിലെ ലീഗ് നേതാക്കൾ പ്രതിഷേധം രേഖപ്പെടുത്തി. ലീഗ് ജില്ലാ പ്രസിഡന്റ് അടക്കം പ്രധാന നേതാക്കൾ കെ.സി. വേണുഗോപാലിന്റെ പ്രകടനത്തിൽ നിന്നും ഭാഗികമായി വിട്ടുനിന്നു. വടകരയിലും ഇതുതന്നെയായിരുന്നു സ്ഥിതി. കോൺഗ്രസിന്റെ പ്രധാന ഘടകകക്ഷിയായ ലീഗിനെ അവരുടെ പതാക പോലും പിടിക്കാൻ അനുവദിക്കാതെയാണ് ആലപ്പുഴയിലും പത്രികാ സമർപ്പണത്തിന് പ്രകടനമായി കോൺഗ്രസ് നേതാക്കൾ എത്തിയത്. ഇതിനിടയിൽ കോൺഗ്രസിന്റെ മറ്റ് ഘടകകക്ഷികളുടെ പതാകകളും പ്രവർത്തകർ പിടിക്കുന്നുണ്ടായിരുന്നു. ലീഗിന്റെ പതാകയോട് മാത്രം കോൺഗ്രസ് നേതൃത്വം കാണിക്കുന്ന ഈ വിവേചനത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ലീഗ് പ്രവർത്തകർക്കും നേതാക്കൾക്കും ഇടയിലുള്ളത്. ഇതിന്റെ ഭാഗമായാണ് രാവിലെ നടന്ന പ്രകടനത്തിൽ നിന്നും ലീഗ് നേതാക്കൾ വിട്ടുനിന്നത്. കളക്ടറേറ്റിൽ നടന്ന പത്രികാ സമർപ്പണത്തിൽ മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ലീഗ് ജില്ലാ പ്രസിഡന്റ് നസീർ പങ്കെടുത്തത്. തീവ്രവാദത്തിന്റെ പേരിൽ നിരോധിച്ച സംഘടനകൾ പോലും കൊടിയുമായി കോൺഗ്രസിനൊപ്പം പ്രകടനത്തിൽ പങ്കെടുത്തിട്ടും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും പങ്കാളിയായ ലീഗിന്റെ പച്ചപ്പതാകയ്ക്ക് കോൺഗ്രസ് അയിത്തം കൽപ്പിച്ചതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് പ്രവർത്തകർക്കിടയിൽ നിന്നും ഉയർന്നു വരുന്നത്. രഹസ്യമായി വോട്ട് വാങ്ങിക്കുകയും പരസ്യമായി UDF പ്രകടനത്തിൽ പതാക പിടിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ലീഗിനെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് പ്രവർത്തകർ പറയുന്നത്. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.